ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം. കർമ്മം ചെയ്യുമ്പോഴും കർമ്മബന്ധത്തിൽ നിന്നും എങ്ങനെ മോചിതനാകാം? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മെ ബന്ധിപ്പിക്കുമോ? അല്ലെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ കർമ്മബന്ധത്തിൽ നിന്നും മോചിതനാകാൻ കഴിയുമോ? ഈ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ 4-ാം അധ്യായത്തിൽ അതീവ ആഴമുള്ള മറുപടിയാണ് നൽകുന്നത്. കർമ്മം എന്താണ്, അകർമ്മം എന്താണ് എന്നതിൽ പോലും ജ്ഞാനികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാം. അതിനാൽ കർമ്മത്തിൻ്റെ സത്യം വിശദീകരിക്കാം. ഭഗവാൻ ഒരു അത്ഭുതകരമായ ആശയം അവതരിപ്പിക്കുന്നു. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. അതിൻ്റെ അർത്ഥം, പുറമേ ഒരാൾ പ്രവർത്തിക്കുന്നതായി തോന്നിയാലും ആ പ്രവർത്തനത്തിൽ അഹങ്കാരവും സ്വാർത്ഥതയും ഫലത്തോടുള്ള ആസക്തിയും ഇല്ലെങ്കിൽ ആ കർമ്മം അവനെ ബന്ധിപ്പിക്കില്ല. അതേസമയം പുറമേ ഒന്നും ചെയ്യാത്തതുപോലെ തോന്നുന്ന ഒരാളുടെ മനസ്സിൽ ആഗ്രഹങ്ങളും അസൂയയും അഹങ്കാരവും നിറഞ്ഞിരിക്കാം. അതുകൊണ്ട് വെറും പ്രവർത്തിക്കാതിരിക്കുക എന്നതല്ല യഥാർത്ഥ അകർമ്മം. കർമ്മയോഗിയുടെ രഹസ്യം ഭഗവാൻ പറയുന്നു. എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തോടുള്ള ആസക്തി ഉപേക്ഷിച്ച് നിത്യസംതൃപ്തനായും മറ്റൊന്നിലും ആശ്രയമില്ലാത്തവനായും പ്രവർത്തിക്കുന്നവൻ്റെ കർമ്മങ്ങൾ അവനെ ബന്ധിപ്പിക്കുന്നില്ല. ഇതാണ് കർമ്മയോഗത്തിൻ്റെ മഹത്തായ രഹസ്യം. കർമ്മം ഉപേക്ഷിക്കേണ്ടതില്ല, കർമ്മഫലത്തോടുള്ള ആസക്തിയാണ് ഉപേക്ഷിക്കേണ്ടത്. നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യം ആത്മാർത്ഥമായി ചെയ്യുക. ഫലം എന്തായിരിക്കണം എന്ന് അമിതമായ പിടിവാശി വിട്ടുകളയുക. അപ്പോൾ കർമ്മം തന്നെ ആത്മീയമായ ഒരു മാർഗമായി മാറുന്നു. കർമ്മം ചെയ്യാതിരിക്കുക മോചനമല്ല. ആസക്തിയില്ലാത്ത കർമ്മം ചെയ്യുന്നതാണ് മോചനത്തിലേക്കുള്ള വഴി. നമ്മുടെ ജീവിതത്തിലെ ജോലി, കുടുംബബാധ്യത, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം എല്ലാം ആത്മാർത്ഥമായി നിർവഹിക്കാം. എന്നാൽ ഇതിൻ്റെ ഫലം എനിക്ക് തന്നെ വേണം എന്ന ബന്ധനം കുറയ്ക്കുമ്പോൾ മനസ്സ് കൂടുതൽ സ്വതന്ത്രമാകും. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.